ഉന്നതിയിലാണ് പെൺകുട്ടികൾക്ക് ഈ പറയുന്ന കേസസിലൊക്കെ സംഭവിച്ചൊരു കാര്യം നമ്മൾ കണ്ട ന്യൂസിന് പ്രകാരമാണെങ്കിൽ അതെല്ലാം ശരിയാണെങ്കിൽ മിക്ക പെൺകുട്ടികളും സ്വന്തം വീട്ടിലും അല്ലാത്തവരോടും ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ വന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെയാണ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം വരുന്നത്. മാരേജ് അലയൻസ് എന്ന് പറയുന്നത് ഒരു 2 ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരു ഫാമിലിയും അവര് ഒരു വലിയൊരു സമൂഹം തന്നെ നടത്തി. എന്തായാലും അത് തന്നെ റീസൺ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്റെ മോളെ ആ ഭർത്താവിനെ വിട്ടിട്ട് വന്നു കഴിഞ്ഞാല് അവളുടെ ഭാവി എന്താണ്, ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ അവളൊരു ഡിവോഴ്സി ആയി, അങ്ങനത്തെ ഒരു തോട്ട് കൂടി വരുന്നോണ്ട് പേടി, ആൾക്കാർക്ക് പേടി. അപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം കാരണം മരിക്കണവര് ഈ പെൺകുട്ടികൾ ഒരാള് മരിക്കുന്നത് എങ്ങനെ, ഒരാള് സൂസൈഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് പറയുന്ന ആർക്കും സൂസൈഡിന്റെ ഇത് നമ്മൾ കൊടുക്കുന്നതോ ഒന്നുമല്ല. പക്ഷെ ഒരാൾ സൂസൈഡ് ചെയ്യുന്നത് ആൾ അത്രയും മാനസികമായിട്ട് തളരുന്നോണ്ടാണ്. പക്ഷെ അതെന്തുകൊണ്ടാ, ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ, ഏതാണായാലും പെണ്ണായാലും അങ്ങനെ സിറ്റുവേഷൻ എത്തുന്ന എപ്പോഴാ, ഒരാളുടെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം, അങ്ങനെ അത്രയും ബാഡ് ആയ ഒരു സിറ്റുവേഷൻ ആകുമ്പോഴാണ് ഒരാൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഒബ്വിയസ്ലി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളിപ്പോ എത്ര എന്താ പറയാ സ്ട്രോങ് ആവണം എന്ന് വിചാരിച്ചാലും എല്ലാവർക്കും ആ മനക്കെട്ടി ഉണ്ടാവുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടികൾ ഒരു പെൺകുട്ടിയോട് പറയുള്ളൂ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, നിങ്ങൾ അതുപോലും കാണുന്നില്ലെന്നുള്ളതാണ് സത്യം അല്ലേ? വേറൊരു പെൺകുട്ടി ആന്റീനോടോ അല്ലെ അമ്മയോട് പറയുന്നത്, അമ്മയോട് പറഞ്ഞു. അതാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അവരത് കാണാത്തെന്നുള്ളത്. അല്ല, അപ്പൊ അതൊരു മാറ്റം വരേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ അതിപ്പോ അവര് വീട്ടിൽ വന്നു നല്ല സ്വന്തം കാലിൽ നിൽക്കും, കുട്ടിയായെന്ന് വിചാരിച്ചു, സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് ഇപ്പൊ എവിടെയും ജോലി എന്നുള്ള സാധനം അത്യാവശ്യം ജീവിച്ചു പോകുന്ന കാര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്.